റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഉൾപ്പെടെയാണ് ഈ കമ്പനിക്ക് നേതൃത്വം നൽകുന്നത്. കേജ്രിവാളിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണോ കേരളത്തിലെ സർക്കാർ ഈ കമ്പനിക്കിവിടെ ഈ തരത്തിലുള്ള ഒരു മദ്യ നിർമ്മാണശാല തുടങ്ങാനുള്ള അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഒരു വർഷം മുൻപ് ഈ കാര്യത്തിൽ ധാരണയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം, ആ സാമ്പത്തിക സഹായം ഈ ആളുകളിൽ നിന്ന് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാർ പറഞ്ഞ് ഞങ്ങളുടെ നയം തിരുത്തിയതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആർക്ക് വേണ്ടി തിരുത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ട് തെളിവുകൾ, ആ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മദ്യവും രാസലഹരിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു സ്ഥിതി, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് എടുക്കുന്നത്. എലപ്പുള്ളിയിലെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും, ദേശീയ ജനാധിപത്യ സഖ്യമുണ്ടാകും. ഇവിടെ പ്രതിപക്ഷം മാസപ്പടി കേസിൽ ഒത്തുതീർപ്പിലെത്തിയതുപോലെ ഈ കാര്യത്തിലും ഒത്തുതീർപ്പിലെത്തും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ എലപ്പുള്ളിയിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കാനും ജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിന് വേണ്ടി ആർജിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ 5 ദിവസം നീണ്ടുനിന്ന സമരയാത്ര ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഈ മറ്റൊരു വിഷയത്തിലെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു യുവാവ് അറസ്റ്റിലായി. ഏതാണ്ട് 1000 കോടി രൂപയുടെ അടുത്ത് കേരളം കണ്ട ഒരു വലിയ തട്ടിപ്പാണെന്ന് പറയപ്പെടുന്നു. എല്ലാ രാഷ്ട്രീയക്കാർക്കും പണം കൊടുത്തുന്നവർക്കുള്ള ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അതിൽ BJP നേതാക്കളുടെ പേരൊക്കെ പണമല്ല അവർ ഇടപെടലൊക്കെ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇടപെടുമ്പോൾ അവരോടൊപ്പം ഇടപെടുന്ന സമയത്ത് ഒരു ജാഗ്രത കാണിക്കേണ്ടതല്ലേ? അല്ല, അതാണ് CPM ചെയ്യേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ആർക്കൊക്കെ സംഭാവന കൊടുത്തു, ഏതൊക്കെ പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളതിൽ അന്വേഷണം നടത്തണ്ട എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPക്കാരെ രക്ഷിക്കാനല്ലോ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുക. ആ ഉത്തരവിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പണം വാങ്ങിയിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അപ്പോൾ CPM നേതാക്കന്മാരാണ് ഈ തട്ടിപ്പിൽ തട്ടിപ്പുകാരൻ്റെ പങ്കാളിയായിട്ടുള്ളത്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭാവന കൊടുത്തവരെക്കുറിച്ച്, സംഭാവന വാങ്ങിയവരെക്കുറിച്ച് അന്വേഷണം നടത്തണ്ട. പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് അന്വേഷണം നടത്തണ്ട എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. അത് സംസ്ഥാന സർക്കാർ ചെയ്യാത്തതിൻ്റെ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിലും CPM നേതാക്കന്മാരുടെ പങ്കാളിത്തത്തിലും കൊള്ളവിഹിതം പറ്റിയിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായതുകൊണ്ടാണ് ആ അന്വേഷണം ആ രീതിയിൽ പോകാത്തത്. ഈ രാധാകൃഷ്ണനുള്ള ആളുകളൊക്കെ സഹകരിക്കുമ്പോൾ ഒരു ജാഗ്രത കാണിക്കേണ്ടതല്ലേ? രാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാധാകൃഷ്ണൻ ഒരു സംഭാവനയും വാങ്ങിയതായിട്ട് ഇതുവരെ പോലീസിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡയറിയിൽ പേരില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, CPMൻ്റെ കരട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു സീറ്റുള്ള പാർട്ടി, ആ പാർട്ടി ഈ രാജ്യത്തുള്ള സർവ്വ പാർട്ടികളെക്കുറിച്ചും വിലയിരുത്തൽ നടത്താൻ എന്ത് അധികാരം, എന്ത് അർഹതയുണ്ട് അവർക്ക്? ആ വിലയിരുത്തലിന് എന്ത് പ്രാധാന്യമുണ്ട്? അല്ലെന്നാ എന്തു ആയിക്കോട്ടെ, ഇനി ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, ഇന്ത്യയിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ് കേട്ടിട്ടാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്? എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള വിലയിരുത്തൽ. നിങ്ങളൊക്കെ ഇത്രയും വലിയ ചർച്ച നടത്താൻ 542 സീറ്റിൽ ഒരു സീറ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു സീറ്റ്. ആ കിട്ടിയിട്ടുള്ള പാർട്ടി ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും വിലയിരുത്തൽ നടത്തുക. അടിസ്ഥാനം എന്താ? ഇവർ വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഇവരുടെ വിലയിരുത്തലിന്
ഇന്ത്യയിലെ ജനങ്ങൾ 130 കോടി ജനങ്ങൾ അവരെഴുതുന്ന കടലാസിൻ്റെ വില പോലും അതിന് കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അവർ പറയുന്ന വിലയിരുത്തലുമായിട്ട് ഒരു ബന്ധമില്ലാത്തത്.